ഹായ്, പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ചാനൽ മുന്നോട്ട് പോകാൻ. ഓക്കെ, ഞാൻ ഇന്നലെ 9:45 ഷോയ്ക്കാണ് ഈവിൾ ഡെഡ് ബേൺ എന്നൊരു പടം കാണാൻ പോയത്. ഈ പടം കാണാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനെപ്പറ്റി ഭയങ്കര പോസിറ്റീവായിട്ട് റിവ്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ശരി ഇന്ന് കണ്ടു കളയാം, ഈ പടം എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. ഞാൻ ഈവിൾ ഡെഡ് സീരീസിൻ്റെ ഫാനൊന്നുമല്ല കേട്ടോ, കാരണം ഞാൻ കുറേ പടം കണ്ടിട്ടുണ്ട്. സാം റൈമിയുടെ പടം തൊട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ പടം കണ്ടപ്പം എനിക്കിത് ഓക്കെ ഓക്കെ പടമായിട്ട് തോന്നിയിട്ടുള്ളൂ. എനിക്ക് എന്നെ സംബന്ധിച്ചത് ഓക്കെ ഓക്കെ പടമാണ്. കാരണം ഇതിന്റെ സ്റ്റോറി എന്ന് പറയുന്നത് വില്ല് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അപ്പോൾ അദ്ദേഹം അസ്വാഭാവികമായി മരിക്കുകയും അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് അദ്ദേഹത്തിന്റെ മരണശേഷം നടക്കുന്ന കാര്യങ്ങളാണ് ഈ പടത്തിൽ പറയുന്നത്. അതിന് മുമ്പ് കുറച്ച് എലമെന്റ് ഉണ്ട്. ഞാൻ ഇത്രേ പറഞ്ഞു, ഇതൊരു സിമ്പിൾ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പം മുമ്പുള്ള ഈവിൾ ഡെഡ് സീരീസിന്റെ കണക്ക് തന്നെ ഒരു സിമ്പിൾ സ്റ്റോറിയാണ്. അതിന്റെ ആ സീരീസിൽ പടങ്ങൾ കണ്ടറിയാം ഏതെങ്കിലും ഫാമിലി ആയിട്ടുള്ള വിഷയങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വെക്കേഷന് പോകുമ്പോഴുള്ള വിഷയങ്ങളായിരിക്കും പടത്തിലുള്ളത്. അപ്പം അതേ കണക്കൊരു സ്റ്റോറിയുടെ പ്രിമേഴ്സ് ആണ് ഇതിനകത്തും ഉള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഈവിൾ ഡെഡ് സീരീസ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഈ പടം ഭയങ്കരമായിട്ട് വർക്കാവുന്ന പടമാണ്. അല്ലാത്തവർക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല. കാരണം ഇതൊരു സൂപ്പർ നാച്ചുറൽ സ്ലാഷർ ഫിലിമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ലാഷർ എലമെന്റും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സ്ലാഷർ ഫിലിം എന്നറിയും. സൂപ്പർ നാച്ചുറൽ ഫിലിമിനായാലും ഇതിനകത്ത് സ്ലാഷർ ഫിലിമായിട്ട് തന്നെയാണ്. കാരണം ഇതിനകത്ത് ഡയറക്റ്റ് ബ്ലഡ് ഷെഡിങ്ങിന്റെ കുറെ സീൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് ചിലപ്പം ആ എലമെന്റ് ചിലവർക്ക് ഈ ഡയറക്റ്റ് അങ്ങനത്തുള്ള കാണുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. അല്ലാത്ത ഈവിൾ ഡെഡ് സീരീസ് ഫാൻസുകാർക്ക് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ എനിക്കിത് ഓക്കെ ഓക്കെ പടമായിട്ടാണ് തോന്നിയത്. എനിക്ക് ഭയങ്കര ഗംഭീര പടമായിട്ടൊന്നും തോന്നിയില്ല. കാരണം കഥ സിമ്പിളാണ്. ഇതിൽ പ്ലോട്ട് നമുക്ക് എന്താ അറിയാം, ക്ലൈമാക്സ് എന്തോന്ന് അറിയാം, നമുക്ക് എല്ലാം മനസ്സിലാവും. ഇത് ഇങ്ങനെ പോകുന്നു എന്ന് പറയാം. പിന്നെ ഇതിനകത്ത് ഫിയർ ഫാക്ടിങ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ചിലതൊക്കെ നമ്മൾ ഗൂസ് ബംപ് വരുന്ന എലമെന്റ്സ് ഒക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഇതൊരു ഓക്കെ ഓക്കെ പടമായിട്ടാണ് എനിക്ക് തോന്നിയത്.